ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ടേസ്റ്റിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് മലായിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും നാൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ്. സാധാരണ മുട്ടക്കറി തയ്യാറാക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് മലായി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റിയെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 മീഡിയം സൈസ് സവാളയാണ്. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതൊരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു മുട്ടക്കറിയിൽ നമ്മൾ ഈ സവാളയൊക്കെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി ഈ മിക്സി ജാറിലേക്ക് 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് വേണ്ടി 2 പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇതൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു സവാളയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ പേസ്റ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച മണം മാറി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമുക്കിത് സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കാം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ സവാള വഴണ്ട് വന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഞാനിതൊരു ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സവാളയിലെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി ഉള്ളി വഴണ്ട് വന്നതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചെറുജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു എഗ് മലായിൽ നമ്മൾ ഇതുപോലെ വളരെ കുറച്ച് മസാലപ്പൊടികളെ ചേർക്കാറുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾ പൊടി നമ്മളിതിലേക്ക് ചേർക്കാറില്ല. ഇതിപ്പോൾ മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വെച്ച് തന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പാല് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട 2 പീസാക്കി ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ചേർത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി മാറ്റാം. ഇതിപ്പോൾ ഈ ഗ്രേവിയൊക്കെ പാകത്തിന് കുക്കായി കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. മുട്ട ഉടഞ്ഞു പോകാത്ത രീതിയിൽ ലൈറ്റായിട്ട് ഇതേപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവി കുറച്ചുകൂടെ ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എഗ് മലായി കറി തയ്യാറാക്കാൻ. വളരെ സിമ്പിളാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ഒക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിരിക്കും. ചപ്പാത്തിയുടെയും നാൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്.
സാധാരണ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കാറുള്ള ഒരു മുട്ടക്കറിയേക്കാളും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.